കഥയാരംഭിക്കുന്നത് പുഷ്പകണ്ഠം എന്ന ഗ്രാമത്തിലെ സിബി എന്ന യുവകർഷകനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സിബിക്ക് സ്വന്തമെന്നും ബന്ധമെന്നും പറയാൻ ആകെയുള്ളത് സിബിയുടെ അച്ഛൻ ബേബിയാണ്. അമ്മയുടെ മരണശേഷം ബേബിയായിരുന്നു സിബിയെ പൊന്നുപോലെ നോക്കി വളർത്തിയത്. സ്കൂളിൽ വെച്ച് ബേബിയുടെ സുഹൃത്തായി മാറിയ വ്യക്തിയാണ് ജോൺസൺ. ജോൺസന് പുഷ്പകണ്ഠത്ത് ഏലത്തോട്ടവും മറ്റു കുറച്ച് സംഭവങ്ങളുമൊക്കെയുണ്ട്. ബേബിയായിരുന്നു പിൽക്കാലത്ത് അതൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ഘട്ടത്തിൽ ഗ്രാമത്തിലെ ഏറ്റവും മികച്ച കർഷകനായി തന്നെ ബേബി മാറി. ബേബിയുടെ കൂട്ടുകാരനും ഭൂവുടമയുമായ ജോൺസനെ ജോൺസൺ പപ്പയെന്നും ഭാര്യ അനീറ്റയെ മമ്മിയെന്നുമായിരുന്നു സിബി വിളിച്ചിരുന്നത്. അവരുടെ മക്കളായ ഷാരോണും ശോഭയും സിബിയുടെ ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നു. ജോൺസൺ പപ്പയ്ക്കും മമ്മിക്കുമാണെങ്കിൽ സിബിയെ അവരെപ്പോലെ തന്നെ സ്വന്തം മോനെപ്പോലായിരുന്നു. വളർന്നു കഴിഞ്ഞപ്പോ പൊതുവെ മടിയനായ ജോൺസൺ പപ്പ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി നിന്നു. ബേബിയും റിട്ടയർ ചെയ്തെന്ന പോലെ ഉത്തരവാദിത്വം മുഴുവൻ സിബിയെ ഏൽപ്പിച്ചു മാറി. നിലവിലിപ്പോൾ ഏലത്തോട്ടത്തിന്റെ കാര്യങ്ങളും ബാങ്ക് ഇടപാടുകളും ഒക്കെ നോക്കുന്നത് സിബിയാണ്. ജോൺസന്റെ മകൻ ഷാരോൺ നിലവിൽ UK-യിൽ ജോലി ചെയ്യുന്നു. മകൾ ശോശയാകട്ടെ അച്ഛനെയും അമ്മയും വിട്ടുപിരിഞ്ഞു പോവാൻ താല്പര്യമില്ലാതെ പുഷ്പകണ്ഠം സിറ്റിയിൽ ഒരു ബുട്ടീക്കൊക്കെ തുടങ്ങി അത് നടത്തി അങ്ങനെ ജീവിച്ചു പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സിബിയുടെ ലോകം ഏറെ സന്തോഷം നിറഞ്ഞതായിരുന്നു. എന്നിരുന്നാലും ചില ചെറിയ കാര്യങ്ങളുമുണ്ട്. അതിൽ ഒന്നാണ് അച്ഛൻ ബേബിയുടെ റീൽസ് ഭ്രാന്ത്. 55 വയസ്സുകാരൻ ബേബിക്ക് റീൽസ് എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമാണ്. 50,000 ഫോളോവേഴ്സ് ഒക്കെയുള്ള ഇൻസ്റ്റഗ്രാം പേജ് വരെ ബേബിക്കുണ്ട്. പക്ഷേ പ്രധാന പ്രശ്നം അതൊന്നുമല്ല. ഈ 55-ാം വയസ്സിൽ ബേബി ഇപ്പോൾ ഒരു പ്രണയത്തിലാണ്. അതേ നാട്ടിൽ തന്നെയുള്ള സിസിലി എന്ന സ്ത്രീയുമായിട്ടാണ് ബേബിയുടെ പ്രേമം. ഇടയ്ക്ക് അവർ പുറത്തു കറങ്ങാനൊക്കെ പോകും. പക്ഷേ ഇതൊന്നും സിസിലിയുടെ സഹോദരൻ പാപ്പൻ എന്ന വ്യക്തിക്ക് ഇഷ്ടമേ ആയിരുന്നില്ല. തലേന്നൊരു ദിവസം അതുപോലെ സിസിലിയും ബേബിയും കൂടി പുറത്തെവിടെയോ പോയി എന്ന് വിവരമറിഞ്ഞ പാപ്പൻ അത് ചോദ്യം ചെയ്യാൻ നേരെ ബേബിയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. പാപ്പൻ വരുന്ന കണ്ടതും ബേബി വീടിന്റെ പിന്നാമ്പുറം വഴി ഓടി രക്ഷപ്പെട്ടിരുന്നു. പിന്നാലെ ബേബി മോൻ സിബിക്ക് ഫോൺ ചെയ്തു. എന്താ പപ്പ, പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ലെന്ന് മറുപടിയും പറഞ്ഞു. ഒന്നുമില്ലെന്നുള്ള ബേബിയുടെ മറുപടി കേട്ടതും സിബിക്ക് കാര്യമറിയാമായിരുന്നു. എന്തോ പ്രശ്നമുണ്ട്. സിബി നേരെ വീട്ടിലേക്ക് ചെന്നപ്പോ പാപ്പൻ അതാ അവിടെ ഇരിക്കുന്നു. സിബി പാപ്പനോട് സംസാരിച്ചു. ബേബിയൊക്കെ പണ്ട് ഇവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞ സിബി പാപ്പനടുക്കൽ ബേബിനെയും സിസിലിനെയും അങ്ങ് കെട്ടിച്ചു കൊടുത്താലോ എന്ന മട്ടിലങ്ങ് ചോദിച്ചു. പാപ്പനതങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല. പാപ്പൻ സിബിയോട് തട്ടിക്കയറി. തോട്ടത്തിലെ പണിക്കാരനും കൂട്ടുകാരനുമായ ബംഗാളിയും സിബിയുടെ കൂടെ നിന്നപ്പോ ബംഗാളിയോടും പാപ്പൻ തട്ടിക്കയറാതിരുന്നില്ല. സിബിയോട് ദേഷ്യപ്പെട്ട് മണാലി പോയി സിസിലിയുടെ കെട്ടിയോൻ ജോയി ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവരൂടാ, അവനിങ്ങ് വന്ന അവളുടെ ഈ തോന്നിവാസം നടക്കുന്നൊന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. സംഭവം എന്തായാലും പാപ്പന്റെ ഈ പ്രവർത്തനങ്ങളിൽ സിസിലിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സിസിലി വിവാഹിതയും ഒരു മകളുടെ അമ്മയുമാണ്. പക്ഷേ സിസിലിയുടെ ഭർത്താവ് ജോയ് വിവാഹം കഴിഞ്ഞ നാൾ തൊട്ടേ നാടുവിട്ടുപോയ വ്യക്തിയായിരുന്നു. വല്ലപ്പോഴും 2 ദിവസം മാത്രം വരും. അരവട്ടനെ പോലെ പെരുമാറിയിരുന്ന ജോയ് നാട്ടിൽ ഉണ്ടാവാറേ ഉണ്ടായിരുന്നില്ല. സിസിലിയും ബേബിയും കൂടി നഗരത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്ന ഒരു ദിവസം മണാലിയിൽ ജോയി അന്വേഷിച്ചു പോയ പാപ്പൻ ജോയെ കണ്ടുകിട്ടാതെ തിരികെ എത്തുകയാണ്. അവരൊന്നിച്ചു പോകുന്നത് പാപ്പൻ കാണുകയും ചെയ്തു. പാപ്പനെ കണ്ടതും സിസിലിയെയും കൊണ്ട് ബേബി അവിടെ നിന്ന് ഓടിമാറുകയാണ്. പ്രണയത്തിനെന്ത് പ്രായമാണുള്ളത്. ഇരുവരുടെയും പ്രണയം അത്രമേൽ തീവ്രമായിരുന്നു. ചെറുപ്പകാലം തൊട്ടേ പ്രണയിച്ചിട്ട് സാഹചര്യങ്ങൾ കൊണ്ട് പിരിയേണ്ടി വന്നവരായിരുന്നു ബേബിയും സിസിലിയും. നിലവിൽ ബേബിയുടെ ഭാര്യ മരിച്ചുപോയി. അത്രയും കൊല്ലം പിന്നിട്ടിരിക്കുന്നു. സിസിലിയാണെങ്കിൽ ജോയുണ്ടെങ്കിലും വിധവയെപ്പോലെ തന്നാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതും. മറുവശത്ത് ജോസ് പപ്പയുടെ വീട്ടിൽ സിബി ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു. ബേബിയുടെയും സിസിലിയുടെയും വിവാഹം നടത്തുന്ന കാര്യത്തെപ്പറ്റി അവിടെ സംസാരം വന്നു. സിസിലിയുമായി നീ സംസാരിച്ച് നാട് വിട്ടുപോയ ജോയെ ഒഴിവാക്കാനും ബേബിയെ വിവാഹം കഴിക്കാനും പറയാൻ ജോസ് പപ്പ സിബിയോട് പറഞ്ഞു. സിബിക്കും തന്റെ അച്ഛൻ ബേബി അങ്ങനെ വിവാഹം കഴിക്കുന്നതിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നുമില്ല. ഈ സമയമാണ് അനീറ്റ അങ്ങോട്ടേക്ക് വരുന്നത്. സിബിയുടെ വിവാഹക്കാരും കൂടി ജോൺസൺ പപ്പ സംസാരിച്ചതും മമ്മി അനീറ്റയ്ക്ക് ദേഷ്യം വന്നു. മകൻ ഷാരോൺ സിബിനേക്കാൾ മൂത്തതാണെന്നും അവന്റെ വിവാഹം നടത്തണം. കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് ഇത്തവണ അവൻ നാട്ടിൽ വരികയല്ലേ, ഇത്തവണ പിടിച്ചപിടി കെട്ടിക്കണം എന്നൊക്കെ അനീറ്റ ജോൺസനോട് പറയുന്നുണ്ടായിരുന്നു. ജോൺസണും അത് ഓക്കെ വെച്ചു. അന്ന് അവിടെ നിന്നും മടങ്ങുമ്പോൾ ശോശയും അവനൊപ്പം സിറ്റിയിലേക്ക് വന്നിരുന്നു. വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബൊട്ടിക്ക് നഷ്ടത്തിലാണെന്നും ഇതൊക്കെ വിട്ട് കഫേ തുടങ്ങുന്ന കാര്യമൊക്കെ ശോശ വലിയ താല്പര്യത്തോടെ സംസാരിച്ചു. പക്ഷേ സിബിയാകട്ടെ അതിനെയൊക്കെ എതിർക്കുകയായിരുന്നു ചെയ്തത്. ശോശ സംസാരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളെപ്പറ്റിയൊന്നും നാട്ടിൻപുറത്തുകാരൻ സിബിച്ചന് വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഏലത്തിന്റെ ഒരു എക്സ്പോർട്ട് ബിസിനസ് നീയങ്ങ് തുടങ്ങിക്ക് എന്ന മട്ടിലായിരുന്നു സിബി സംസാരിച്ചത്. മറുവശത്ത് സിസിലിയാകട്ടെ പല കാര്യങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതിലൊന്ന് അവിടുത്തെ അമ്മയായിരുന്നു. മകളുള്ള സിസിലി ബേബിയെ വിവാഹം കഴിച്ച മകളെ എന്തു ചെയ്യും? 10-16 വയസ്സുള്ള മകളാണ്. അവിടാണെങ്കിൽ സിബിയുമുണ്ടല്ലോ എന്ന മട്ടിലൊക്കെ സിസിലിയുടെ ഉള്ളിലേക്ക് അവിടുത്തെ അമ്മ തീ കോരിയിടാൻ ശ്രമിച്ചു. അന്ന് രാത്രിയിൽ സിബി വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോ ബേബി റീല്
റെക്കോർഡ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. സിബി വരുന്ന കണ്ടതും ബേബി പെട്ടെന്ന് മാറി പ്രാർത്ഥിക്കാനിരിക്കുന്ന പോലെയിരുന്നു. പാപ്പൻ നഗരത്തിലിട്ട് തന്നെയും സിസിലെയും ഓടിച്ച കാര്യം സിബി അറിഞ്ഞിരിക്കും എന്ന് ബേബിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സിബിയുടെ ചോദ്യോത്തരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥനയുടെ രൂപത്തിൽ ഓരോ കാര്യങ്ങൾ ബേബി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ സിബിക്ക് ബേബിയുടെ അക്കാര്യങ്ങളിലൊന്നും ഒരു തെർപ്പും ഉണ്ടായിരുന്നില്ല. നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തരുത് എന്നൊരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ബേബിയും സിബിയും കൂടി പതിവ് പോലെ കൂട്ടുകാരെ പോലെ സംസാരിച്ച് ഓരോ ചെറുതൊക്കെ അടിച്ചു നിന്നു. കുറച്ചു സമയം പിന്നിട്ടപ്പോഴാണ് തോട്ടത്തിലെ ബംഗാളിയും മറ്റൊരു തൊഴിലാളിയും കൂടി കടന്നു വരുന്നത്. തോട്ടത്തിൽ പന്നിയിറങ്ങിയെന്നും സിബിച്ചൻ വന്നാലേ അതിനെ വെടിവെച്ചിടാൻ പറ്റൂ എന്നും പറഞ്ഞിട്ടായിരുന്നു അവരുടെ വരവ്. ആദ്യം സിബിച്ചൻ ഒരു താല്പര്യം കാണിച്ചില്ലെങ്കിലും അവര് നിർബന്ധിച്ചപ്പോ സിബിച്ചൻ അവർക്കൊപ്പം ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ നാളുകൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു ദിവസം പാപ്പൻ സിബിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് എന്ന് പറഞ്ഞായിരുന്നു വിളിച്ചു വരുത്തിയത്. പാപ്പന്റെ മകൾക്ക് സിബിക്കുമേൽ ക്രഷ് ഉണ്ടായിരുന്നു. ബേബിയുടെ കാര്യം വല്ലോമാണോ എന്നറിയാൻ സിബി അവിടെ എത്തി. പക്ഷെ അപ്പോഴാണ് മനസ്സിലാകുന്നത് സംഭവം മറ്റൊന്നാണ്. പാപ്പന്റെ ജ്യേഷ്ഠത്തിയുടെ മകൻ ജർമ്മനിയിൽ ജോലി നോക്കുന്നു. ആളൊരു ന്യൂക്ലിയർ ഫിസിസ്റ്റുമാണ്. ശോശയെ റോണി എന്ന ആ പയ്യനെ വിവാഹമാലോചിക്കാൻ അവർക്കൊരു പദ്ധതിയുണ്ട്. പക്ഷെ പാപ്പനും ജോൺസണും തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല. അതുകൊണ്ടായിരുന്നു അക്കാര്യം ജോൺസൺ പപ്പയോട് പറയുവാൻ സിബിയെ അവർ വിളിച്ചു വരുത്തിയത്. പയ്യന്റെ ഫോട്ടോ ഒക്കെ കണ്ട ശേഷം സിബി പറഞ്ഞു, ആ പയ്യൻ കൊള്ളാം, നല്ല ജോലിയൊക്കെ ഉണ്ടല്ലോ, ശോശക്കവനെ പിടിക്കാതിരിക്കുകയല്ല. അങ്ങനെ സിബി പറഞ്ഞതിൻ പ്രകാരം പെണ്ണ് കാണൽ ചടങ്ങരങ്ങേറുകയാണ്. റോണിയും വീട്ടുകാരും ശോശയെ കാണാനെത്തി. കൂട്ടത്തിൽ റോണിയുടെ സഹോദരിയും ഉണ്ടായിരുന്നു. സുന്ദരിയായ റോണിയുടെ സഹോദരിയെ കണ്ടതും സിബിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അനീറ്റ അമ്മയും സിബിയെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. ശേഷം അടുക്കളയിൽ മാറി നിന്ന് അനീറ്റ മമ്മിയും സിബിയും സംസാരിക്കാൻ തുടങ്ങി. ആ പെങ്കൊച്ചെങ്ങനെയുണ്ട് എന്ന മട്ടിൽ മമ്മി സിബിയോട് ചോദിച്ചു. സൂപ്പറാണെന്നായിരുന്നു സിബിയുടെ മറുപടി. നമുക്ക് കല്യാണം ആലോചിച്ചാലോ എന്നായി മമ്മിയുടെ അടുത്ത ചോദ്യം. തനിക്കായിരിക്കുമെന്ന് ചിന്തിച്ച് സിബി സന്തോഷത്തിലങ്ങ് നിന്നു. അപ്പോഴാണ് ഷാരോണിന് വേണ്ടിയിട്ടാണ് എന്ന് മമ്മി വ്യക്തമാക്കുന്നത്. സിബിയുടെ മൂഡ് തന്നെ അങ്ങ് പോയി. എന്തായാലും കുറച്ചു കഴിഞ്ഞ് റോണിയും ശോശയും തനിച്ചു സംസാരിക്കുകയാണ്. ആ സമയം ശോശ സിബിയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. ശേഷം റോണിക്കടുത്ത് പെട്ടെന്നൊരു കാര്യം പറഞ്ഞു. താനും സിബിയും പണ്ടുതൊട്ടേ പ്രണയത്തിലാണെന്നും റോണി തന്നെ വിവാഹത്തിൽ നിന്ന് പിന്മാറണം എന്നുമായിരുന്നു അത് കേട്ടതും അക്ഷരാർത്ഥത്തിൽ സിബിയൊന്ന് ആദ്യമേ ഞെട്ടിയിരുന്നു. താൻ ചെറിയ തോതിൽ ഇൻസൾട്ടഡ് ആയതായി റോണിക്ക് അനുഭവപ്പെടുകയും ചെയ്തു. പക്ഷേ റോണി വിട്ടുകൊടുത്തില്ല. ശോശയോട് പറഞ്ഞു, പപ്പയും മമ്മിയും ഒക്കെ ലവ്വബിള. എന്റെ അഭിപ്രായത്തിൽ പെട്ടെന്നൊരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നിന്നെ കണ്ട് നിന്നോട് സംസാരിച്ചപ്പോ എനിക്ക് നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോ എന്റെ സൈഡ് ക്ലിയർ അല്ലേ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ശോശയ്ക്ക് ഒരു തിരിച്ചടി കൊടുത്ത് റോണി അവിടെ നിന്ന് പോന്നു. റോണി പോയതും സിബി ശോശയോട് ദേഷ്യപ്പെട്ടു. കല്യാണം മുടക്കാനാണ് നിനക്ക് വേറെ വല്ല കാര്യവും പറഞ്ഞാ പോരെ, എന്നെ ഇതിലേക്ക് വലിച്ചിടണോ? ജോൺസൺ പപ്പയും മമ്മിയും ഇതറിഞ്ഞാലോ എന്ന് സിബി അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കെ ശോശ പെട്ടെന്നൊരു പറച്ചിലങ്ങ് പറഞ്ഞു. ഞാനത് വെറുതെ പറഞ്ഞതാണെന്ന് നിന്നോടാരാ പറഞ്ഞേ? ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ശോശ അത് പറഞ്ഞതും സിബിയുടെ കിളി പറന്നിരുന്നു. ശോശയ്ക്ക് എന്തു മറുപടി കൊടുക്കണം എന്ന് സിബിക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. കാര്യം സിബിക്ക് ശോശയെ ഇഷ്ടമൊക്കെയാണ്. പക്ഷേ അത്തരത്തിൽ അവൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അക്കാര്യം രാത്രി പനിയൊക്കെ ഒന്ന് അഭിനയിച്ച് തന്റെ പ്രിയ കൂട്ടുകാരൻ കൂടിയായി അച്ഛൻ ബേബിയോട് പറയാൻ സിബി ശ്രമിച്ചെങ്കിലും മൊത്തത്തിൽ പറഞ്ഞു വന്നപ്പോ അതങ്ങ് പാളിപ്പോയി. ബേബി ചിന്തിച്ചത് സിബി പറയുന്നത് തന്നെയും സിസിലിയെയും പറ്റിയാണ് എന്ന തരത്തിലായിരുന്നു. അടുത്തൊരു ദിവസം ശോശയുടെ മുത്തച്ഛന്റെ ഓർമ്മ ദിവസമായിരുന്നു. അതിനുവേണ്ടി ജോൺസൺ പപ്പയെയും കുടുംബത്തെയും സിബി പള്ളിയിലേക്ക് കൊണ്ടുപോവാൻ ആരംഭിച്ചു. പോകുന്ന വഴിയിലൊക്കെ സിബി വല്ലാതിരിക്കുകയായിരുന്നു. ശോശ പ്രണയം പറഞ്ഞതിൽ പിന്നെ സിബിക്കാകെ ഒരു അങ്കലാപ്പാണ്. അങ്ങനെ പള്ളിയിൽ പ്രാർത്ഥന നടക്കുമ്പോ ഏവരും അവിടെ ഉണ്ടായിരുന്നു. ബേബിയും എത്തിച്ചേർന്നു. സിസിലിയും എതിർവശത്ത് നിന്നിരുന്നു. സിസിലിയെ കണ്ടതും ഇരുവരും പ്രണയ താല്പര്യത്തോടെ നോക്കി. ആ സമയത്താണ് പാപ്പന്റെ മകൾ ബേബിയെ പ്രണയത്തോടെ നോക്കുന്നത് ബേബി കാണുന്നത്. അതിനെപ്പറ്റി ബേബി സിബിയോട് ചോദിച്ചു. സിബി ദേഷ്യപ്പെടുകയും തനിക്ക് ആ പെങ്കൊച്ചിനോട് അങ്ങനൊന്നുമില്ല എന്ന് പറയുകയും ചെയ്തു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഏവരും പിരിഞ്ഞു പോകുമ്പോ ബേബി സിസിലിക്കടുത്ത് ചെന്ന് സംസാരിച്ച് നിൽക്കാൻ തുടങ്ങി. പക്ഷെ അത് ഇഷ്ടപ്പെടാതിരുന്ന സിസിലിയുടെ മകൾ അങ്ങോട്ടേക്ക് വന്ന് ബേബിക്കടുത്തായി പറഞ്ഞു, ഇതിപ്പോ കുറേയായി കേട്ടോ, ഇനി ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ശേഷം തന്റെ മമ്മിയെയും വിളിച്ച് ആ കൊച്ച് അവിടെ നിന്ന് പോയി. ആ ദിവസം കഴിഞ്ഞിട്ടും സിബിയിൽ നിന്നും മറുപടിയൊന്നും കിട്ടാതെ വന്നതോടെ ശോശ മറുപടി ചോദിച്ച് സിബിയുടെ വീട്ടിലേക്ക് തന്നെ ചെല്ലുകയാണ്. സിബിക്ക് എങ്ങനെ ശോശയ്ക്ക് മറുപടി കൊടുക്കും എന്നറിവുണ്ടായിരുന്നില്ല. ആകെ അവനൊരു അങ്കലാപ്പിലായിരുന്നു. അത്രനാളും വീട്ടിൽ കയറി ജോൺസൺ പപ്പയെന്നും മമ്മിയെന്നും വിളിച്ചൊക്കെ നടന്നിട്ട് ഇപ്പൊ അവരുടെ മോളെ തന്നെ പ്രേമിക്കാന്ന് വെച്ച അതൊക്കെയായിരുന്നു സിബിയെ ആശങ്കപ്പെടുത്തിയിരുന്നത്. പക്ഷേ ശോശ പറഞ്ഞു, ആ ജോൺസൺ പപ്പയുടെയും അനീറ്റ മമ്മിയുടെയും മകള് വേറെ ഏതൊരുത്തനെയും കിട്ടി ഡിപ്രഷൻ അടിച്ച അവശതയിൽ ഡിവോഴ്സായി വീട്ടിലേക്ക് തിരിച്ചു വന്ന നിനക്ക് സന്തോഷാവോ? ഇല്ലെന്നായിരുന്നു സിബിയുടെ മറുപടി. സിബിയുടെ അടുത്തേക്ക് വന്ന ശോശ അവന്റെ നെഞ്ചിൽ ചെവി ചേർത്തു. ശക്തമായി അത് മിടിക്കുന്നുണ്ടായിരുന്നു. ബേബി കൂടി അവിടെ ഇല്ലാത്തതുകൊണ്ട് സിബി ഒരു തരത്തിൽ ശോശയുടെ മുമ്പിൽ നിന്ന് വലിഞ്ഞു പോന്നു. ശേഷം സിബിയെയും കൂട്ടിക്കൊണ്ട് ശോശ അവിടെയുള്ള ഒരു മലമുകളിലേക്ക് പോവുകയാണ്. അവിടെ
അവിടെ വെച്ചവർ സംസാരിച്ചു. മമ്മിയുടെയും പപ്പയുടെയും ഏറ്റവും വലിയ കൺസേൺ ഷാരോൺ ചേട്ടായിയുടെ വിവാഹമാണെന്നും ഷാരോൺ ചേട്ടായി വന്നു കഴിയുമ്പോൾ നമ്മുടെ കാര്യം താൻ ചേട്ടായിയോട് പറയുമെന്നും ചേട്ടായിക്ക് തന്നെ മനസ്സിലാവുമെന്നും ശോശ സിബിയോട് പറഞ്ഞു. എന്നാലും ശോശെ, നിനക്കെപ്പോ തൊട്ട എന്നെ ഇഷ്ടമായേ എന്നായിരുന്നു സിബിയുടെ മറുചോദ്യം. ശോശ വല്ലാതെ ചിരിച്ചു. കുട്ടിക്കാലം തൊട്ടേ ശോശയ്ക്ക് സിബിയെ ഇഷ്ടമായിരുന്നു. അപ്പോഴാണ് അവൾ അത് പ്രകടിപ്പിച്ചതെന്ന് മാത്രം. അന്നു മുതൽ അവർ പ്രണയത്തിലാവുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് പ്രണയസല്ലാപങ്ങളുടെ സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. അധികം വൈകാതെ ഷാരോൺ ചേട്ടനും UK-യിൽ നിന്നും മടങ്ങിയെത്തി. അടുത്തൊരു ദിവസം സിബി തോട്ടത്തിൽ പണിയിലായിരിക്കെ ഷാരോൺ സിബിയെ കാണാൻ ചെന്നു. താൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്നും അത് ഒന്നിച്ചിരുന്നടിച്ച് സ്വസ്ഥമായി വീട്ടുകാരും കുറച്ച് സംസാരിക്കണമെന്നും ഷാരോൺ സിബിയോട് പറഞ്ഞു. ശോശമൊക്കെ പറഞ്ഞു കാണും എന്ന ടെൻഷനിലായിരുന്നു സിബി. ഇതേസമയം മറുവശത്ത് ബേബിയും സിസിലിയും പുറത്തൊന്ന് കറങ്ങാനിരിക്കുകയായിരുന്നു. മോൾക്കിപ്പോഴും എന്നെ ഇഷ്ടമല്ലല്ലേ? ബേബി സിസിലിയോട് ചോദിച്ചു. അവൾ എന്നെ മനസ്സിലാക്കുന്ന കാലം വരും, അതെനിക്കറിയാം, സിസിലി പറഞ്ഞു. മോള് സമ്മതിച്ചില്ലേ എന്തു ചെയ്യും എന്നായിരുന്നു ബേബിയുടെ അടുത്ത ചോദ്യം. സിസിലിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. സിസിലി ബേബിയുടെ തോളിലേക്ക് തല ചായ്ച്ചു. വല്ലാത്തൊരു ദുഃഖം അന്നവർക്കിടയിൽ തളം കെട്ടിയിരുന്നു. ശേഷം ബേബിയും സിസിലിയും റോഡിലൂടെ നടന്നു നീങ്ങുമ്പോ അതുവഴിയിൽ വണ്ടിയിൽ വന്ന പാപ്പൻ അത് കണ്ടു. അവരുടെ സ്നേഹബന്ധത്തോട് എതിർപ്പുള്ള പാപ്പൻ അന്ന് വഴിയിൽ വെച്ച് ബേബിയെ തല്ലുകയും സിസിലിയെ ചവിട്ടുകയുമാണ്. കൂടെയുള്ള ആളുകളും ബേബിയെ മർദ്ദിച്ചിരുന്നു. ബേബി അന്ന് അവരെ തിരിച്ചൊന്നും ചെയ്തതുമില്ല. സിസിലിയെ ബലമായി പിടിച്ച് പാപ്പൻ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോവുകയും ചെയ്തു. വൈകാതെ ആ വിവരം സിബിയുടെ ചെവിയിലെത്തിയിരുന്നു. അച്ഛനെ തൊട്ടാൽ സിബി ചുമ്മാതിരിക്കുമോ? വെട്ടുകത്തിയുമായി സിബി പുഷ്പകണ്ഠം സിറ്റിയിലേക്ക് ഇറങ്ങി. നേരെ ചെന്നത് ബേബിയെ തല്ലിയ ഗുണ്ടകളുടെയും പാപ്പന്റെയും അടുത്തേക്കായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ബേബിയെ തല്ലിയവുമാരെ സിബി കയ്യേറ്റം ചെയ്തു. ശേഷം പാപ്പന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എടവക പള്ളിയിൽ വെച്ച് ബേബിയുടെയും സിസിലിയുടെയും കല്യാണം ഞാനങ്ങ് നടത്തും. നാളെ നമ്മൾ ബന്ധുക്കളാവേണ്ടതുകൊണ്ട് തന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല. പാപ്പനും ചെറുതായൊന്ന് ഭയന്നിരുന്നു. പാപ്പനെ വിരട്ടി സിബി അവിടെ നിന്ന് പോരുകയാണ്. സംഭവം കേസാവുമായിരുന്നു. പള്ളിയിലച്ഛനും കോംപ്രമൈസ് സംസാരിക്കാൻ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നു. സിസിലിയെ അടിച്ചതും മറ്റും സിസിലി കേസ് കൊടുത്ത വലിയ പ്രശ്നമാകും എന്നറിഞ്ഞതും സിബിക്കെതിരെ കേസ് കൊടുക്കാൻ വന്ന പാപ്പൻ ഒന്നൊതുങ്ങുകയാണ്. അതോടെ ആ കേസ് തന്നെ ഇല്ലാതായി പോയി. പിന്നീടായിരുന്നു ഷാരോണും സിബിയും ഒറ്റപ്പെട്ട ഒരു മലമുകളിൽ പോയി ഒന്നിച്ചു നിന്ന് മദ്യപിച്ച് സംസാരിക്കുന്നത്. ആ സമയം ഷാരോൺ ഒരു സത്യം വെളിപ്പെടുത്തി. താൻ UK-യിൽ മറ്റൊരാളുമായി പ്രണയത്തിലാണ് എന്നായിരുന്നു അത്. അത് കേട്ടതും സിബി ആദ്യമൊന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. ഷാരോൺ ചേട്ടന്റെ വിവാഹം സ്വപ്നം കണ്ട് ശോശയും മമ്മിയും പപ്പയും സന്തോഷത്തിലിരിക്കുക, അവരോടിത് എങ്ങനെ പറയും എന്നായിരുന്നു അത്. പക്ഷേ കൂട്ടത്തിൽ ഷാരോൺ പ്രണയത്തിലാണെന്നറിഞ്ഞതും സിബിക്ക് ചെറിയൊരു സന്തോഷവും തോന്നുന്നുണ്ട്. അങ്ങനെയാണെ തങ്ങളുടെ ലൈനും ക്ലിയറായി കിട്ടുമല്ലോ എന്നൊരു ആശ്വാസമായിരുന്നു അത്. സിബി തന്നെ വീട്ടിൽ തന്റെ കാര്യം അവതരിപ്പിക്കണം എന്ന് ഷാരോൺ സിബിയോട് ആവശ്യപ്പെട്ടു. നമ്മുടെ തന്നെ ആൾക്കാരല്ലേ എന്ന് ചോദിച്ചുറപ്പിച്ച സിബി ആണെന്നറിഞ്ഞ ശേഷം ഒക്കെ ഞാനേറ്റു, ആളെ നാട്ടിലേക്ക് വിളിച്ചു വരുത്ത് എന്ന് ഷാരോണിനോട് പറഞ്ഞു. ഷാരോണും അതിനൊക്കെ പറയുകയാണ്. അങ്ങനെ ഷാരോണിന്റെ ഗേൾഫ്രണ്ട് വരും എന്ന് പ്രതീക്ഷിച്ച് സിബി ഷാരോണിനൊപ്പം എയർപോർട്ടിലെത്തി. ഫ്ലൈറ്റ് വന്നിറങ്ങിയപ്പോൾ അതിൽ മദാമയും മറ്റും നടന്നു വരുന്നുണ്ടായിരുന്നു. അതായിരിക്കും ഷാരോന്റെ ഗേൾഫ്രണ്ട് എന്നായിരുന്നു സിബി പ്രതീക്ഷിച്ചത്. പക്ഷേ ഷാരോൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചത് വിദേശിയായിട്ടുള്ള ഒരാണിനെയായിരുന്നു. അത് കണ്ട് സിബി അപ്പോഴേ ഞെട്ടുന്നുണ്ട്. പിന്നാലെ ഷാരോന്റെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞ് ഷാരോൺ തന്നെ നാഥനെ പരിചയപ്പെടുത്തി. സിബി ഞെട്ടിത്തെറിച്ച് നിന്നുപോയിരുന്നു. ഷാരോൺ ചേട്ടനും നേതനും ഗേ കപ്പിൾസ് ആണ് എന്ന് ചിന്തിക്കാൻ പോലും അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത മാസം ഷാരോണും നേതനും വിദേശത്ത് വെച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അക്കാര്യമാണ് സിബി ജോൺസൺ പപ്പയോടും മമ്മിയോടും പറയേണ്ടതും. എങ്ങനെ എന്തു ചെയ്യും എന്നോർത്ത് സിബി ആകെ അങ്കലാപ്പിലായി. വീട്ടിൽ വരെ ബേബിയുമായി സിബി വഴക്കുണ്ടാക്കി. അപ്പോഴാണ് അടുത്ത ദിവസം ഷാരോൺ വീട്ടിലേക്ക് വരുന്നത്. ഷാരോൺ വരുന്ന കണ്ടതും സിബി വീടിന്റെ ബാക്ക് വഴി ഓടിയിറങ്ങി രക്ഷപ്പെട്ടു. തോട്ടത്തിലെത്തി എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കാൻ തുടങ്ങി. പക്ഷേ ഷാരോൺ അങ്ങോട്ടേക്കും എത്തി സിബിയെ കണ്ടു. നാട്ടിലെ പലയിടങ്ങളും കാണണമെന്നുള്ളത് നാഥന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണെന്നും ഒന്നവനെ ചുറ്റിക്കറക്കി കാണിക്കാൻ സിബിയും കൂടെ വരണം എന്ന് ഷാരോൺ ആവശ്യപ്പെട്ടു. ഷാരോൺ ആണെങ്കിൽ ആകെ കലിപ്പിലായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്, അവനെ കെട്ടിയിറക്കി ടൗണിലും സിറ്റിയിലും പള്ളിയിലും ആൾക്കാരുടെ ഇടയിലും ഒക്കെ കൊണ്ടുപോവാം. മമ്മിയും പപ്പയും നാട്ടുകാരും ഒക്കെ അറിയട്ടെ ജോൺസൺ പപ്പയുടെ മോൻ ഷാരോൺ ഒരു കുണ്ടനെ കെട്ടിയാ കൊണ്ടുവന്നിരിക്കുന്നേന്ന് സിബി ദേഷ്യത്തിലത് പറഞ്ഞപ്പോൾ ഷാരോൺ വല്ലാതെ അസ്വസ്ഥനാകുന്നുണ്ട്. പക്ഷേ സിബി തന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. ഒരു പെണ്ണ് കിട്ടിയ ഷാരോൺ ചേട്ടയുടെ മുഴുവൻ പ്രശ്നവും തീരും എന്ന മട്ടിൽ സംസാരിച്ച സിബി ഈ ആഴ്ചയെ തന്നെ പെണ്ണ് കാണണം, അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പോവാ എന്ന് ഷാരോണിനോട് പറഞ്ഞു. മമ്മീനെയൊന്നും വിളിച്ച് പറയണ്ട, ഞാൻ വന്നോളാം പെണ്ണ് കാണാൻ
എന്നായിരുന്നു ഷാരോന്റെ മറുപടി. പക്ഷേ അതിനു മുമ്പ് നാഥന് കൊടുത്ത വാക്ക് തനിക്ക് പാലിക്കണമെന്നും അവരിഷ്ടമുള്ള സ്ഥലങ്ങൾ ചുറ്റിക്കാണിക്കാൻ കൊണ്ടുപോകണമെന്നും സിബി കൂടെ വരണം എന്നും ഷാരോൺ ആവശ്യപ്പെട്ടു. മനസ്സെല്ലാം മനസ്സോടെ സിബി അതിന് സമ്മതിക്കുകയാണ്. അടുത്ത ദിവസം നേതനും ഷാരോണും ഒന്നിച്ച് സിബി ചുറ്റിക്കറങ്ങാൻ ആരംഭിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവരുടെ സ്നേഹവും അവർ തമ്മിലുള്ള പ്രണയവും ആ രണ്ടു മനുഷ്യരുടെ ജീവിതവും സിബി തന്റെ കൺമുമ്പിൽ നോക്കിക്കാണുകയായിരുന്നു. ഏതൊരു സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് അവരെന്നും സിബി പതിയെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. പതിയെയാണെങ്കിലും സിബിയുടെ ഉള്ളിലെ വെറുപ്പ് കുറഞ്ഞു വന്നിരുന്നു. ഒരാഴ്ചയ്ക്കപ്പുറം ഷാരോന്റെ പെണ്ണ് കാണലായിരുന്നു. കാണാൻ പോയ പെണ്ണിനോട് ഷാരോൺ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ഇതേ സമയം നേതനും സിബിയും മാറി നിന്നത് നോക്കിക്കാണുന്നുണ്ട്. എന്താ അവിടെ നടക്കുന്നത് എന്ന് നാഥൻ ചോദിച്ചപ്പോ ഇംഗ്ലീഷ് കൃത്യമായി അറിയാത്ത സിബി റിലേറ്റീവ്സ് എന്ന് പറയാൻ വന്നത് റിലേഷൻഷിപ്പ് എന്നായിപ്പോയി. നാഥൻ അത് കണ്ട് അസ്വസ്ഥനാകുന്നുണ്ടായിരുന്നു. ഒക്കെ കേട്ട പെൺകുട്ടി ഷാരോണിനോട് പറഞ്ഞു, നിങ്ങളുടെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്കിഷ്ടമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. റോണി ചേട്ടനെ വിളിച്ചു വരുത്തി ശോശ നോബറിനെ അപമാനിച്ചതല്ലേ, അതിനൊരു റിവെഞ്ച് എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ നിങ്ങൾ നല്ലൊരു മനുഷ്യനാ, ഇത് മുടക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോഴാണ് ഷാരോണും സമാധാനമായത്. പക്ഷേ അന്ന് രാത്രിയിൽ ഏറെ ദുഃഖിതനായിരുന്ന നാഥൻ ഷാരോണോട് ഷൗട്ട് ചെയ്തു, നമ്മളെ സ്വീകരിക്കാതിരുന്നിട്ടും ഞാൻ എന്റെ ഫാമിലിയോടൊക്കെ പറഞ്ഞില്ലേ, നിങ്ങളുടെ സംസാരമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നീ എന്താ ഇവിടൊന്നും പറയാത്തത് എന്ന മട്ടിലായിരുന്നു നാഥൻ ചോദിച്ചത്. നമുക്കിപ്പോ തന്നെ ഇവിടുന്ന് പോകാം എന്ന് നാഥൻ പറഞ്ഞെങ്കിലും ഇപ്പോ വരാൻ പറ്റില്ല എന്ന് ഷാരോൺ പറഞ്ഞു. എന്റെ കുടുംബത്തോട് ഇത് പറയാനുള്ള ധൈര്യം എനിക്കില്ലെന്നും ഷാരോൺ നാഥനെ അറിയിച്ചു. നാഥനോട് പൊക്കോളാനും ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാമെന്നും ഷാരോൺ നാഥന് വാക്കുകൊടുത്തു. ദുഃഖത്തിലും ദേഷ്യത്തിലും നാഥൻ മാറിയിരുന്നു. ഷാരോൺ നാഥനടുത്തെത്തി നാഥനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കാൻ നിന്നു. അവർ അടുത്തങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് മമ്മി കയറി വരുന്നുണ്ടായിരുന്നു. സംശയം പോലെ അത് നോക്കിക്കണ്ട മമ്മി മുകളിലേക്ക് കയറാതെ തിരികെ ഇറങ്ങിപ്പോന്നു. മറുവശത്ത് സിബിക്കാണെങ്കിൽ ആകെ എല്ലാം കൊണ്ടും ശ്വാസം മുട്ടാൻ തുടങ്ങി. ആരോടെങ്കിലും സിബിക്ക് കാര്യങ്ങൾ പറയണമായിരുന്നു. ആകെ സിബിക്ക് പറയാൻ പറ്റുന്നത് കൂട്ടുകാരനും തന്റെ എല്ലാമായ ബേബിയോട് മാത്രമായിരുന്നു. ആരോടും പറയരുതെന്ന് സത്യം വാങ്ങി ഷാരോന്റെ കാര്യം ഒരു തരത്തിൽ സിബി ബേബിയോട് പറഞ്ഞു. കേട്ടപാടെ ബേബി ഷോക്കായി പോയിരുന്നു. സിബി ഒരു തരത്തിൽ ബേബിയെ ആശ്വസിപ്പിച്ചിരുത്തി. പിന്നാലെ പറയാനുള്ള വേറൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് ബേബി സിബിയോട് ചോദിച്ചു. ബേബിയോടത് പറയാതിരിക്കാൻ സിബി ശ്രമിച്ചെങ്കിലും ബേബി നിർബന്ധിച്ചപ്പോ തന്റെയും ശോശയുടെയും പ്രണയകാര്യം കൂടി സിബി ബേബിയോട് പറഞ്ഞു. ബേബി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. ബേബിയെ സമാധാനിപ്പിക്കാൻ സിബിക്ക് വല്ലാതെ തന്നെ കഷ്ടപ്പെടേണ്ടി വന്നു. അടുത്ത ദിവസം ജോൺസൺ പപ്പയോടെങ്കിലും ഇക്കാര്യങ്ങൾ സംസാരിക്കണം എന്ന് സിബി തീരുമാനിച്ചിരുന്നു. നടക്കാൻ പോയ ജോൺസൺ പപ്പയെ വണ്ടിയിൽ കയറ്റി സിബി ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് ഷാരോന്റെ കാര്യം ജോൺസൺ പപ്പയോട് പറയാൻ ശ്രമിച്ചു. പക്ഷെ ഒക്കെയും പാളിപ്പോവുകയായിരുന്നു ചെയ്തത്. അന്ന് വീട്ടിലെത്തിയപ്പോ ജോൺസൺ പപ്പ, ഈ സിബിക്ക് എന്നാ പറ്റിയടി, ഒരു ബന്ധവുമില്ലാത്ത പോലാണല്ലോ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ, കുറച്ച് ദിവസമായത് എന്ന മട്ടിലൊക്കെ വീട്ടിൽ വന്ന് സംസാരിച്ചു. അത് കേട്ടതും മമ്മിക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. അടുത്ത ദിവസം സിബിയെ വിളിച്ച് മമ്മി സിബിക്കൊപ്പം നേരെ പള്ളിയിലേക്ക് പോയി. പള്ളിക്കകത്തേക്ക് കയറി വരാൻ സിബിയോട് മമ്മി പറഞ്ഞു. അൾത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ശരിയാണോ എന്ന തരത്തിൽ മമ്മി സിബിയോട് ചോദിച്ചു. സത്യം പറയാനും ആവശ്യപ്പെട്ടു. സിബിക്കതറിയാം എന്ന് മമ്മി ഊഹിച്ചെടുത്തിരുന്നു. ഷാരോണും നേതനും തമ്മി എന്താടാ ബന്ധം എന്ന് മമ്മി സിബിയോട് ചോദിച്ചപ്പോ സിബി മിണ്ടാതിരുന്നു. ആ മൗനത്തിൽ നിന്നും താൻ ഉദ്ദേശിച്ചത് ശരിയാണെന്ന് മമ്മി മനസ്സിലാക്കി. മമ്മി പൊട്ടിക്കരയാൻ തുടങ്ങി. സിബി പറഞ്ഞു, മമ്മി ഇങ്ങനെ കരയല്ലേ, മമ്മിക്ക് ഇത്രയും സങ്കടം തോന്നുന്നുണ്ട്. ഇത്രനാളും ഇത് പറയാൻ പറ്റാതെ കഷ്ടപ്പെട്ട് ഷാരോൺ ചേട്ടായി എന്തുമാത്രം വേദന സഹിച്ചിരിക്കും, അതൊന്ന് ആലോചിച്ചു നോക്കിയേ എന്നായിരുന്നു സിബി ചോദിച്ചത്. ആ ഒരു ചോദ്യത്തിൽ ഷാരോണിനെ മനസ്സിലാക്കുവാൻ ഒരു പരിധിവരെ മമ്മിക്ക് സാധിച്ചിരുന്നു. അന്ന് വീട്ടിലേക്ക് തിരികെ എത്തിയ മമ്മി ഷാരോന്റെ മുറിയിലേക്ക് പോയി തന്റെ മകനെ കെട്ടിപ്പിടിച്ചു. പക്ഷേ അവനോട് ഒന്നും പറയുകയോ ചോദിക്കുകയോ ചെയ്തില്ല. മമ്മി കുറച്ചുനാളായി ദുഃഖത്തിലുള്ളത് ശോശയും തന്റെ ഭാര്യ ദുഃഖത്തിലുള്ളത് ജോൺസണും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ജോൺസൺ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ മമ്മി തന്നെ ജോൺസണോട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ജോൺസൺ അത് വലിയ ഷോക്കായിരുന്നു. അടുത്ത ദിവസം നേതൻ വിദേശത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. നേതനെ ഡ്രോപ്പ് ചെയ്യാൻ സിബിയും ഷാരോണും കൂടി പോയി. ഷാരോൺ തന്റെ കൂടെ വരാത്തതിലുള്ള ദുഃഖവും ഷാരോൺ മടങ്ങി വരുമോ എന്നുള്ള പേടിയും മറ്റും നേതൻ സിബിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എത്രമാത്രം നേതൻ ഷാരോണെ പ്രണയിക്കുന്നുണ്ട് എന്ന ആ വാക്കുകളിൽ നിന്ന് പ്രകടമായിരുന്നു. ഷാരോണെ നല്ല രീതിയിൽ നോക്കണം എന്ന് സിബിയോട് പറഞ്ഞ് നേതൻ പൊട്ടിക്കരഞ്ഞു. സിബി അവനെ ആശ്വസിപ്പിച്ചു. നേതൻ തിരികെ പോയി. സിബിയും ഷാരോണും ഒന്നിച്ചായിരുന്നു തിരികെ വീട്ടിലേക്ക് വന്നത്. കാറിലിരുന്നൊരു ചായ കുടിക്കുമ്പോ ഷാരോൺ സിബിയോട് സംസാരിച്ചു. നീയും ശോശയും പോലെ തന്നാടാ ഞാനും നേതനും, പക്ഷെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കും, പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാ. ഷാരോൺ ചേട്ടായി അത് പറഞ്ഞപ്പോൾ സിബിക്ക് വല്ലായ്മ തോന്നിയിരുന്നു. ശോശ ഷാരോൺ ചേട്ടായിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ പ്രണയത്തെപ്പറ്റി അദ്ദേഹത്തിനറിയാം എന്നുകൂടി സിബി മനസ്സിലാക്കി. ഒന്നും അറിയാതിരുന്ന ശോശ
അന്ന് രാത്രി പള്ളിയിൽ പോയി വന്ന ശേഷം മമ്മി വല്ലാതെ ദുഃഖത്തിലാവുള്ളേ, എന്താ കാര്യമെന്ന് സിബിയോട് ചോദിച്ചു. സിബിക്കതെങ്ങനെ പറയണം എന്നറിവുണ്ടായിരുന്നില്ല. അപ്പോഴാണ് വീട്ടിലേക്ക് ജോൺസൺ പപ്പ വരുന്നത് സിബി കാണുന്നത്. വിളിക്കാമെന്ന് പറഞ്ഞ് സിബി ഫോൺ കട്ട് ചെയ്തു. വീട്ടിലേക്ക് വന്ന ജോൺസൺ അവിടുണ്ടായിരുന്ന ബേബിയോട് സംസാരിക്കാനിരുന്നു. മദ്യപിച്ച് മതോന്മത്തനായിരുന്ന ബേബി ജോൺസന്റെ ടെൻഷനൊക്കെ കണ്ട് ഷാരോന്റെ കാര്യമാണോടാ എന്ന മട്ടി ജോൺസനോട് ചോദിക്കുകയാണ്. താൻ അറിയുന്നതിന് മുമ്പേ ബേബിക്ക് അത് അറിയാമായിരുന്നുവെന്നും ബേബി അത് പറഞ്ഞിരുന്നില്ല എന്നതും ജോൺസനെ ഒന്ന് ഞെട്ടിച്ചിരുന്നു. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് സിബി വന്നിരിക്കുന്നത്. പിന്നാലെ സിബിയുടെയും ശോശയുടെയും പ്രണയകാര്യം കൂടി മദ്യലഹരിയിൽ ബേബി ജോൺസനോടങ്ങ് പറയുകയാണ്. അതുകൂടി കേട്ടതോടെ ജോൺസൺ ഞെട്ടിത്തെറിച്ചുപോയി. ആ കാര്യം ജോൺസൺ അറിവുണ്ടായിരുന്നതേ അല്ലല്ലോ. വളരെ രോഷത്തിൽ സിബിയെ ജോൺസൺ പപ്പ നോക്കി. ശേഷം ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ തുടങ്ങി. ജോൺസൺ പപ്പയെ വിളിച്ച് വിശദീകരിച്ച് പറയുവാൻ സിബി ശ്രമിച്ചെങ്കിലും ജോൺസൺ പപ്പ അത് കേൾക്കാൻ നിന്നില്ല. ദേഷ്യത്തിൽ സിബിയുടെ മുഖത്തടിച്ച ജോൺസൺ, ഇതിനായിരുന്നോടാ ഇത്രയും നാളും പപ്പയെന്നും വിളിച്ച് നീ എന്റെ വീട്ടിൽ കയറി ഇറങ്ങിയത് എന്ന മട്ടിൽ ചോദിച്ച് അവിടെ നിന്ന് പോന്നു. അന്നാകെ തകർന്നിട്ടായിരുന്നു ജോൺസൺ വീട്ടിലേക്ക് എത്തിയത്. മറുവശത്ത് ബേബിയാകട്ടെ കുറച്ചു ദിവസങ്ങളായി സിസിലെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ അസ്വസ്ഥതയിലായിരുന്നു. നേരിട്ട് അവളോട് ചോദിക്കുവാൻ ബേബി സിസിലിയുടെ വീട്ടിലേക്ക് ചെന്നു. അപ്പോഴാണ് അറിയുന്നത് സിസിലിയുടെ ഫോൺ താഴെ വീണ് പൊട്ടിയെന്നും അതുകൊണ്ടാണ് കോൾ എടുക്കാനും കോൾ വിളിക്കാനും പറ്റാതിരുന്നതെന്നും ബേബിക്ക് ആശ്വാസം തോന്നി. പക്ഷേ ആ സമയം പുറത്തേക്ക് സിസിലിയുടെ മകളിറങ്ങി വന്നിരുന്നു. ബേബി ആ കൊച്ചിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും മിണ്ടിപ്പോവരുത്, ഇവിടുന്ന് പോയെന്നായിരുന്നു ദേഷ്യത്തിൽ ആ കൊച്ചു പറഞ്ഞത്. ബേബി പോയതും തന്റെ അമ്മയുടെ മുമ്പിലെത്തി ആ കൊച്ചു ശകാരിക്കാൻ തുടങ്ങി. എന്തായാലും ഇത്രയും പ്രായമൊക്കെയായില്ലേ, മനുഷ്യനെ നാണം കെടുത്തിയത് മതിയായില്ലേ? മോൾ അങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കെ സിസിലി പറഞ്ഞു, എനിക്ക് ബേബി ചായനെയും എന്നെയും ഇഷ്ടമാ. അതെന്നിന്നലെയും തുടങ്ങിയതുമല്ല. ഒരുപാട് സ്വപ്നവും ആഗ്രഹങ്ങളും എനിക്കുണ്ട്. അതങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. കുറച്ചുകാലം കഴിഞ്ഞ് നീ നിന്റെ വഴിക്കങ്ങ് പോകും. പിന്നെ ഒറ്റയ്ക്കാവുന്നത് ഞാനാ. അങ്ങനെ ബാക്കിയുള്ളവർക്ക് മാത്രം വേണ്ടി ജീവിക്കാൻ എനിക്ക് സൗകര്യമില്ല. നീ പറ്റുമെങ്കിൽ എന്നെ സഹിച്ചാ മതി, അല്ലേ എവിടാന്ന് വെച്ചാ പൊക്കോ. അമ്മയുടെ ആ വാക്കുകളിൽ നിന്ന് തന്റെ അമ്മയെ അന്ന് ആ കുട്ടിക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പിറ്റേന്ന് പപ്പയും അമ്മയും എന്താണിങ്ങനെ തകർന്നു നിൽക്കുന്നത് എന്നറിയാതെ വിവരമറിയാൻ ശോശ നേരെ സിബിയുടെ വീട്ടിലേക്ക് ചെന്നു. സിബിയോട് കാര്യങ്ങൾ ചോദിച്ചു. സിബി ഷാരോന്റെ കാര്യവും തങ്ങളുടെ കാര്യം ബേബി ഇന്നലെ ജോൺസനോട് പറഞ്ഞ കാര്യവും ശോശയോട് പറയുകയാണ്. ശോശയെ അക്ഷരാർത്ഥത്തിൽ ഇതൊക്കെ ഞെട്ടിച്ചിരുന്നു. പക്ഷെ പിന്നീട് അവർ സംസാരിച്ചപ്പോ പപ്പയോടും മമ്മിയോടും സിബി ഷാരോൻ ചേട്ടന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടും എന്നോടിത് നീ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ശോശ സിബിയോട് ദേഷ്യപ്പെട്ടു. എല്ലാം നീ എന്നോട് പറയും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ അതുപോയി. അതും പറഞ്ഞ് വഴക്കുണ്ടാക്കിയ ശോശ സിബിയുമായി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അന്ന് ഷാരോണിനടുത്തെത്തി ശോശ ഷാരോണിനോട് സംസാരിച്ചു. ഷാരോണിനെ ഉൾക്കൊണ്ട പോലായിരുന്നു ശോശയുടെ സംസാരം മുഴുവൻ. ചേട്ടന് എന്നോടത് തുറന്ന് സംസാരിക്കാമായിരുന്നു എന്ന് ശോശ ഷാരോണിനോട് പറഞ്ഞു. സിബി ആണെങ്കിൽ ശോശയുമായുള്ള വഴക്ക് പരിഹരിക്കാൻ നോക്കുകയായിരുന്നു. ഈ കാണുന്ന കാടും മലയും മേലത്തോട്ടൊക്കെ എന്റെ ലോകം. ഷാരോൺ ചേട്ടായി പറഞ്ഞത് ആദ്യം എനിക്ക് മനസ്സിലാവണ്ടേ, എന്നാലല്ലേ നിന്നോട് പറയാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് സിബി അവൾക്ക് മെസ്സേജ് അയച്ചു നോക്കിയെങ്കിലും ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെയായിരുന്നു അവളുടെ മറുപടി വന്നത്. അവൾ ദേഷ്യത്തിൽ തന്നെയായിരുന്നു. മറുവശത്ത് അച്ഛന്റെ മധ്യസ്ഥതയിൽ ചില കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നുണ്ടായിരുന്നു. സിസിലിയുടെ മകളെ സംസാരിക്കുവാൻ അച്ഛൻ പള്ളിമേടയിലേക്ക് വിളിച്ചു വരുത്തി. സിബിയും അവിടെ ഉണ്ടായിരുന്നു. തന്റെ അമ്മയുടെ ജീവിതവും കഷ്ടപ്പാടുകളും കണ്ടറിഞ്ഞ ആ കുട്ടി ഒക്കെ മനസ്സിലാക്കി സിബിയും ബേബിയുമായുള്ള വിവാഹത്തിന് തന്റെ സമ്മതം അറിയിച്ചു. സിബിക്കും സന്തോഷമായിരുന്നു. പള്ളിയിൽ നിന്നിറങ്ങുമ്പോ കല്യാണം കഴിഞ്ഞ് മമ്മി അങ്ങോട്ട് വന്നാൽ ഞാനെങ്ങോട്ട് പോകും എന്നവൾ സിബിയോട് ചോദിച്ചു. ഇച്ചയും സിസിലിയമ്മയും പ്രേമമെന്ന് അറിഞ്ഞപ്പോ തൊട്ട് നീ എന്റെ പെങ്ങളാ, നീ എങ്ങോട്ട് പോവാൻ, നീയും അങ്ങോട്ടേക്ക് വരും, നമ്മൾ നാലുപേരും കൂടി അടിച്ചുപൊളിച്ച് അവിടെ അങ്ങ് ജീവിക്കും എന്നായിരുന്നു സിബിയുടെ മറുപടി. അത് കേട്ടതും സിസിലിയുടെ മകൾക്കും സന്തോഷം തോന്നുന്നുണ്ട്. പിന്നാലെ ബേബിയോട് ഇപ്പോ ഇത് പറയണ്ടെന്നും ഞാൻ തന്നെ പറഞ്ഞോളാം എന്നും സിസിലിയുടെ മകൾ സിബിയോട് പറഞ്ഞു വെച്ചു. ഇതേ സമയം വീട്ടിൽ ബേബി എക്സസൈസിലായിരുന്നു. പിന്നിൽ ഒരാള് വന്നപ്പോ ബേബി തിരിഞ്ഞു നോക്കി. ആളെ കണ്ട് അക്ഷരാർത്ഥത്തിൽ ബേബി ബോധം കെട്ടു വീഴുകയായിരുന്നു. വന്നു നിന്നത് സിസിലിയുടെ കെട്ടിയവൻ നാട് വിട്ടുപോയ ജോയായിരുന്നു. വിവരം സിബിയുടെ അടുത്തും എത്തി. മറ്റാരെങ്കിലും കാണുന്നതിനു മുമ്പേ ജോയെ അവിടെ നിന്ന് മാറ്റാൻ അവർ പദ്ധതിയിടാൻ തുടങ്ങി. കാര്യം ആള് തിരിച്ചു വന്നെന്നറിഞ്ഞാൽ ബേബിയുടെയും സിസിലിയുടെയും കല്യാണം ആലോചിച്ചിരിക്കുന്നത് മുടങ്ങുമല്ലോ. അതുകൊണ്ടായിരുന്നു അത്. രണ്ടു വഴിക്കായി ബേബിയും സിബിയും തിരച്ചിൽ തുടങ്ങി. തിരച്ചിലിനിടയിൽ ബേബി സിസിലിയുടെ മകളുടെ മുമ്പിൽ ചെന്ന് വിട്ടു. പക്ഷേ പതിവിന് വിപരീതമായി ബേബിയുടെ സ്നേഹത്തോടെ സിസിലിയുടെ മകൾ ഇടപഴകുകയാണ്. ബേബിക്കും അതിൽ സന്തോഷം തോന്നിയിരുന്നു. വൈകാതെ സിസിലിയുടെ മകൾക്കും വിവാഹത്തിന് സമ്മതമാണ് എന്ന് ബേബി മനസ്സിലാക്കി. പിറ്റേന്ന് പുലർച്ചെ സിബിക്കൊരു കോൾ വന്നു. പള്ളിമേടയിൽ നിന്ന് അച്ഛനായിരുന്നു. ജോയ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കോൾ. അതോടെ ബേബിയും സിബിയും കൂടി പള്ളിമേടയിലേക്ക് പാഞ്ഞെത്തി. അവിടെ വെച്ച് അവർ ജോയെ കണ്ടു. ജോയ് കൃത്യമായും അരവട്ടുള്ള പോലുള്ളൊരു മനുഷ്യനായിരുന്നു. കമ്മിറ്റ്മെന്റുകളോടോ തളച്ചിട
കടലുകളോടോ ഒന്നിനോടും താല്പര്യമില്ലാത്ത വ്യക്തി യാത്ര ചെയ്യണം, കറങ്ങി നടക്കണം, ജീവിതം എൻജോയ് ചെയ്യണം എന്നുള്ള ചിന്തകളായിരുന്നു അയാൾക്ക്. നാട്ടുകാരുടെ മുമ്പിൽ ജോയ് പെടാതെ ജോയെ മറച്ചു പിടിച്ചു നിർത്താൻ ബേബി ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോഴേക്കും പെസഹയുടെ ദിവസമായിരുന്നു. കാല് കഴുകൽ ശുശ്രൂഷ നടക്കുകയാണ്. ജോൺസൺ പപ്പയുടെ കാല് സിബി കഴുകി അതിൽ ചുംബിച്ചു. പക്ഷേ ജോൺസൺ പപ്പയോ മമ്മിയോ ആരും തന്നെ അവനെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ പാപ്പനിൽ നിന്നും ജോയെ മറച്ചു പിടിക്കാൻ ബേബി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അന്ന് രാത്രിയിൽ പെസഹ അപ്പം പങ്കുവെച്ചപ്പോൾ ജോൺസൺ പപ്പ ആകെ തന്റെ ഭാര്യയ്ക്ക് മാത്രമായിരുന്നു അപ്പം കൊടുത്തത്. മകൾക്കും മകനും അത് കൊടുക്കാതെ അവഗണിച്ചു. സിസിലിയും മകളും വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പം മുറിച്ച് കഴിക്കാൻ നിന്നപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജോയ് കയറി വന്നു. അക്ഷരാർത്ഥത്തിൽ ജോയെ കണ്ട് സിസിലിയും മകളും ഞെട്ടിയിരുന്നു. ശേഷം സിസിലിക്ക് വേണ്ടി മകൾ തന്നെ ജോയോട് സംസാരിച്ചു. തങ്ങളെ ഉപേക്ഷിച്ച് ഇത്രനാളും പോയ അച്ഛനെ മകൾ ചോദ്യം ചെയ്തു. അച്ഛൻ എവിടെയായിരുന്നെന്നും താൻ പിച്ച വെച്ച് നടക്കുന്നതെങ്കിലും അച്ഛൻ കണ്ടിട്ടുണ്ടോ എന്ന തരത്തിൽ അവൾ ചോദ്യശരങ്ങൾ ഉയർത്തി. പിന്നാലെ ബേബിയും സിസിലിയും പ്രണയത്തിലാണെന്നും അവരുടെ വിവാഹം നടത്താൻ തങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്, അമ്മയുടെ ഇഷ്ടത്തിനൊപ്പമേ താൻ നിൽക്കൂ എന്നും അവൾ തന്റെ അച്ഛനോട് തീർത്തു പറഞ്ഞു. പക്ഷേ ജോയ് എന്ന മനുഷ്യന് അതൊന്നും പ്രശ്നമേ ആയിരുന്നില്ല. ജോയ് പറഞ്ഞു, ഡാർലിംഗ്, എന്റെ യാത്രയിൽ നിങ്ങളൊരു തടസ്സമായിരുന്നു. നിങ്ങളുടെ യാത്രയിൽ ഞാനും ഒരു ഇമോഷനും ഒരു വേദനയും പ്രണയവും ഒരു കുന്തവുമില്ല, ഡ്രാമയുടെയും ആവശ്യമില്ല. ഞാൻ തന്നെ സ്വയം ഒരു മോശം മനുഷ്യനാണ്. തന്റെ മകളുടെ കണ്ണു നിറയുന്ന കണ്ട് കരയരുത് എന്ന് പാട്ടുപാടി പറഞ്ഞ് പാട്ടും പാടി ജോയ് വീട്ടിൽ നിന്നിറങ്ങി. പുറത്തപ്പോഴേക്കും സിബിയും ബേബിയും വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് മുമ്പിലേക്ക് വന്ന ജോയ് തനിക്കൊരു ചാട്ടവാർ കിട്ടോ എന്ന് സിബിയോട് ചോദിച്ചു. പരിഹാര പ്രദക്ഷിണത്തിനാണ് എന്നും പറഞ്ഞു. അടുത്ത ദിവസം ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രദക്ഷിണമുണ്ടായിരുന്നു. പാപ്പനായിരുന്നു ക്രിസ്തുവിന്റെ രൂപത്തിലുണ്ടായിരുന്നത്. ചാട്ട കിട്ടിയിരുന്ന ജോയ് ആകട്ടെ ചാട്ടവാറിനടിക്കുന്ന ഭടന്മാരുടെ രൂപത്തിലുമുണ്ടായിരുന്നു. ജോയ് എന്ന തന്റെ ഉള്ളിലുള്ള ചില പകകൾ തീർക്കുവാൻ പാപ്പനെ വലിയ തോതിൽ ചാട്ടവാറിനടിച്ചു. അഭിനയത്തിനു പകരം ശരിക്കും ജോയ് പാപ്പനെ മർദ്ദിച്ചിരുന്നു. ഒടുവിൽ കുരിശിലേറ്റുന്ന ആ ഭാഗം എത്തിയപ്പോൾ നല്ല രീതിയിൽ കുന്തത്തിന്റെ മറുവശം വെച്ച് നല്ലൊരു കുത്തുകൂടി ജോയ് പാപ്പന് കൊടുത്തു. അന്ന് അവിടെ നിന്ന് ബേബിക്കും സിബിക്കുമൊപ്പം ജോയ് തിരികെ പോരുമ്പോൾ ജോയ് പറഞ്ഞു, പണ്ടൊരു പെസഹ വ്യാഴാഴ്ച സിസിലിയുടെ മോളുടെ മുമ്പിൽ കെട്ടിയിട്ട് ഈ പാപ്പനെന്നെ തല്ലിയിട്ടുണ്ട്. എന്റെ യാത്രയിൽ നിങ്ങളൊരു തടസ്സമായിരുന്നില്ല, നിങ്ങളുടെ യാത്രയിൽ ഞാനും തടസ്സമായിരിക്കുകയില്ല. അതും പറഞ്ഞ് ജോയ് അന്ന് ആ നാട് വിട്ടുപോയി. ജോയ് ആ നാട്ടിലെത്തിയത് മറ്റാരും അറിഞ്ഞതുമില്ല. പിറ്റേന്ന് പരിക്കേറ്റ് ആശുപത്രിയിൽ കിടന്ന പാപ്പനെ സിസിലി തന്നെ നേരിട്ട് ചെന്ന് കണ്ടു. ജോയ് വന്ന കാര്യവും ജോയ്ക്ക് തങ്ങളുടെ വിവാഹത്തിൽ പ്രശ്നമില്ലാത്ത കാര്യവും പാപ്പനോട് ധൈര്യത്തോടെ സംസാരിച്ച സിസിലി തങ്ങളുടെ വിവാഹം നടക്കുമെന്ന് പറഞ്ഞ് പാപ്പനെ വിവാഹത്തിന് ക്ഷണിച്ചു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ബേബി അവിടെ ഉണ്ടായിരുന്നു. ബേബിക്കടുത്ത് താൻ അറിഞ്ഞൊരു കാര്യം സിസിലി പറഞ്ഞു. ശോശയെയും പണ്ട് വിവാഹം ആലോചിച്ച് റോണിയെയും കെട്ടിക്കുന്നതിൽ കുടുംബക്കാരെന്തോ തീരുമാനമെടുക്കുന്നുണ്ട്. ജോൺസനാണ് അത് മുമ്പിൽ നിന്ന് നോക്കുന്നത് എന്നായിരുന്നു അത്. അന്ന് രാത്രിയിൽ ശോശ തന്റെ പപ്പയുടെ മുറിയിലെത്തി. പപ്പ അങ്ങനെ നടക്കുന്നതിലെ കാര്യങ്ങളൊക്കെ ദുഃഖത്തോടെ പപ്പയോട് ചോദിച്ചു. ഇത്രയൊക്കെ ആയിട്ടും ഷാരോൺ ചേട്ടായിയെ പപ്പയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എന്ന് പപ്പയോട് തിരക്കി. ചേട്ടായി തിരിച്ചു പൊക്കോട്ടെയെന്നും പപ്പയ്ക്ക് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ സമയം കിട്ടുമെന്നും പിന്നെ എന്റെ കാര്യം പപ്പയുടെ ഇഷ്ടം പോലെ ചെയ്തോ എന്നും ദുഃഖത്തോടെ പറഞ്ഞ് അവൾ തിരികെ പോന്നു. അന്ന് കുറച്ചു കഴിഞ്ഞ് ഷാരോന്റെ മുറിയിലേക്ക് പപ്പ കയറി ചെന്നു. താൻ എടുത്തു വെച്ചിരുന്ന ഷാരോന്റെ പാസ്പോർട്ട് അവന് കൊടുത്തു. അവൻ പോവാതിരിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണെന്നും നീ തിരികെ പൊക്കോ എന്നും തന്റെ മകനെ മനസ്സിലാക്കിക്കൊണ്ട് ആ പപ്പ ഷാരോണിനോട് പറഞ്ഞു. ഇതേസമയം മറുവശത്ത് സിബി ശോശയ്ക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു. റോണിയുമായുള്ള വിവാഹത്തിന് ശോശ സമ്മതിച്ചിരിക്കുകയാണ് എന്ന് ചിന്തിച്ചിരുന്ന സിബി ശോശ തന്നെ തേച്ചു എന്ന് ചിന്തിച്ച് ജർമ്മനിക്കാരനെ കണ്ടപ്പോ നീ കവാത്ത് മറന്നല്ലേടി എന്ന മട്ടിലൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞവൾക്ക് മെസ്സേജ് അയച്ചു. ദേഷ്യത്തിൽ ശോശ സിബിക്ക് തിരികെ വിളിച്ചു. അവർ തമ്മിലുള്ള സംസാരം വാക്കുതർക്കത്തിലും വഴക്കിലുമായിരുന്നു അവസാനിച്ചത്. ഇനി എന്റെ വിവാഹം എന്റെ പപ്പയുടെ ഇഷ്ടം പോലെ നടക്കൂ, നീ വേണേ പപ്പയോട് സംസാരിച്ചോ എന്ന മട്ടി പറഞ്ഞു ശോശ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. സിബിയും ബംഗാളിയും ഈ സമയം മദ്യപിച്ചിരിക്കുകയായിരുന്നു. പ്രണയത്തിലെ ചതികളെ പറ്റിയൊക്കെ ആ ബംഗാളി പറഞ്ഞുകൊണ്ടേയിരുന്നു. മദ്യപിച്ച് മതോന്മത്തനായിരുന്ന അവൻ കൊല്ലണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മറുവശത്ത് പപ്പ ഷാരോണിനോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. നേഹത്തിനോട് ഇവിടെ ആർക്കും ദേഷ്യമില്ലെന്ന് പറയണം എന്ന് ഷാരോണിനോട് പറഞ്ഞു. വല്ലപ്പോലും ഇതുപോലെ ഒരു ഡ്രിങ്ക് കഴിച്ചൊക്കെ ഇരുന്ന് സംസാരിക്കൊക്കെ ചെയ്തിരുന്നേ മോനെ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലായേനെ എന്ന് ദുഃഖത്തോടെ ആ പപ്പ കൂട്ടിച്ചേർത്തു. ഷാരോൺ തന്റെ പപ്പയുടെ തോളിലേക്ക് തല ചായ്ച്ചു വെച്ച് കിടന്നു. പപ്പ ഷാരോണെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഷാരോണും കരയുന്നുണ്ടായിരുന്നു. തിരിച്ചറിവുകളുടെ മികച്ച രാത്രിയായി ആ രാത്രി മാറിക്കൊണ്ടിരുന്നു. മറുവശത്ത് മദ്യപിച്ച് മതോന്മത്തനായ ബംഗാളി ജോൺസനെ കൊല്ലണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ അത് കേട്ട സിബിക്ക് ദേഷ്യം കനത്ത് തോട്ടത്തിലെ
പന്നിയെ വെടിവെക്കുന്ന തോക്കുമെടുത്ത് ജോൺസനെ കൊല്ലാനായി അവൻ ഇറങ്ങിപ്പുറപ്പെട്ടു. വീടിന് പുറത്തെത്തി അവിടുത്തെ ലൈറ്റ് വെടിവെച്ച് പൊട്ടിച്ച് ജോൺസ എന്നവൻ അലറി വിളിച്ചു. പക്ഷേ കുറച്ചു നേരത്തേക്ക് ആരും ഇറങ്ങി വന്നില്ല. അതോടെ അവൻ തോക്കിൽ വീണ്ടും തിരിതെറിച്ച് അത് കുത്തി നിറയ്ക്കാനുള്ള കമ്പി നോക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് ഷാരോൺ മുകളിലും ജോൺസനും മമ്മിയും താഴെയായും ഇറങ്ങി വരുന്നത്. ശോഭയും ഉണ്ടായിരുന്നു. അവർക്ക് മുമ്പിലേക്ക് ചെന്ന സിബി ആകട്ടെ തമാശ രീതിയിലും സീരിയസ് ആയിട്ടും ദേഷ്യത്തിലും തന്റെ ഉള്ളിലെ ഫീലിംഗ്സ് മുഴുവൻ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഷാരോണിനു വേണ്ടി കൂടെ നിന്നിട്ട് താനിപ്പോ പുറത്തായില്ലേ എന്ന മട്ടിലായിരുന്നു അവന്റെ സംസാരം മുഴുവൻ. പിന്നാലെ ബേബിയും അങ്ങോട്ടേക്ക് വരികയാണ്. ബേബിയും തന്റെ ഉള്ളിലെ ദുഃഖങ്ങൾ തമാശ രൂപേണയും സീരിയസ് ആയിട്ടും അവരോട് സംസാരിച്ചു. അന്ന് നീ വീട്ടിൽ കയറി വന്ന് നിന്റെ വിഷമങ്ങൾ പറയുന്ന കൂട്ടത്തി വിഷമം കൊണ്ടാണെങ്കിലും ഇനി ഈ വീട്ടിൽ കയറിപ്പോവരുതെന്നും പറമ്പിൽ കയറിപ്പോവരുതെന്നും പറഞ്ഞപ്പോ ചങ്ക് തകർന്നുവേടാ എന്ന് ബേബി പറഞ്ഞു. പിന്നാലെ ബേബി സിബിയെയും വിളിച്ച് പോവാൻ തുടങ്ങി. പോകുന്നതിനു മുമ്പ് ബേബിയുടെയും സിസിലിയുടെയും വിവാഹകാര്യവും അതെന്നാണെന്നും സിബി അവരോട് പറയുകയും വീട്ടിലേക്ക് 2 പെണ്ണുങ്ങൾ വരുന്ന പ്രമാണിച്ച് വെള്ളമടി നിർത്താൻ പോകുവാണ് എന്നവരെ അറിയിക്കുകയും ചെയ്തു. ഇനി എന്തെങ്കിലും സന്തോഷം വന്ന ചിരിച്ചു തീർക്കുമെന്നും സങ്കടം വന്ന കരഞ്ഞു തീർക്കുമെന്നും ഇമോഷണലായി പറഞ്ഞ് ശോശയുടെ മുന്നിലേക്കെത്തിയ സിബി കൂടെ വന്ന നമുക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ് ശോശയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. ശോശ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ബേബിയും അങ്ങോട്ടേക്ക് കയറി ചെന്ന് ശോശയെ തന്റെ മകന്റെ ഭാര്യയായി വിളിച്ചെങ്കിലും ശോശ മിണ്ടാതെ നിന്നു. അതോടെ അവള് വരില്ലെന്ന് പറഞ്ഞ് സിബിയെയും കൂട്ടി ബേബി ജീപ്പിലേക്ക് കയറാൻ പോവുകയാണ്. വേഗത്തിൽ പോകുന്ന ബേബിയെ സിബി പറഞ്ഞ് പതിയെ പോവാൻ പറഞ്ഞു. വണ്ടി കയറാൻ പോകുമ്പോ അവള് തിരിച്ചു വിളിക്കും എന്ന് ബേബി ആ സമയം സിബിയോട് പതിയെ പറയുന്നുമുണ്ട്. വണ്ടിയിലേക്ക് കയറാൻ പോയതും പറഞ്ഞ പോലെ തന്നെ ശോശ വിളിക്കുകയും ചെയ്തു. പ്രതീക്ഷയോടെ സിബി തിരിഞ്ഞു. ശോശ മുന്നോട്ട് വന്ന് പറഞ്ഞു, അതെ, ഈ ജീപ്പിന്റെ RC ഓണർ എന്റെ പപ്പ ജോൺസണാ. തല്ലിപ്പൊട്ടിച്ച ഹെഡ്ലൈറ്റിന്റെ കാശും വണ്ടിയുടെ ചാവിയും ഇവിടെ വെച്ചിട്ട് രണ്ടാളും അങ്ങ് നടന്നു പോയച്ചാ മതി. ഏറെ ഇമോഷണലായി സിബി പറഞ്ഞു. മാനേജർ പണിക്കിനി വേറെ പലരും വരും. പക്ഷെ അവരാരും സിബിക്കും ബേബിക്കും പകരമാവില്ല. പിന്നെ നിന്റെ അപ്പന്റെ ജീപ്പിന്റെ താക്കോല് അതിൽ തന്നെ ഉണ്ട്. ബേബിയും പിടിച്ച് സിബി പുറത്തേക്ക് പോയി. ശോശ ദുഃഖത്തോടെ അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് വീടിനുള്ളിൽ ജോൺസണും കുടുംബവും കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. ഷാരോൺ പറഞ്ഞു, എന്നാലും സിബിയോട് നീ അങ്ങനെ പറയരുതായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് മാതിരി ഷോ കാണിച്ചാ എന്നാ ചെയ്യണം? കെട്ടിറങ്ങി കഴിയുമ്പോ തനിയെ ഇങ്ങ് വന്നോളും. ഇടി ഞാനും നീയും പറയുന്നു കേട്ട് നമ്മുടെ പപ്പയും മമ്മിയും വിഷമിക്കാതിരിക്കാനാ അവനിങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടിയത്. ഷാരോൺ അത് പറഞ്ഞതും ജോൺസൺ പറഞ്ഞു, അവര് രണ്ടുപേരും നന്നായി വേദനിച്ചിട്ടാ പോയിരിക്കുന്നേ. അപ്പനും മോനും ഇനി ഈ പറമ്പിൽ കാലുകുത്തുന്നു തോന്നുന്നില്ല. ശോശ വല്ലാതെ ദുഃഖിതയായി. പക്ഷേ ഈ സമയം മതിലിന് പുറത്ത് ആരേലും പുറത്തേക്ക് വന്ന് വിളിക്കാൻ നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് ബേബിയും സിബിയും ജോൺസന്റെ മതിലിൽ അള്ളിപ്പിടിച്ച് കയറുന്നുണ്ടായിരുന്നു. കൂടെ അവരുടെ ബംഗാളിയും. എന്തായാലും അധികം വൈകാതെ ബേബിയുടെയും സിസിലിയുടെയും വിവാഹം നടന്നു. അന്ന് അതേ ദിവസം അതേ പള്ളിയിൽ വെച്ച് മറ്റൊരു വിവാഹം കൂടി ഉണ്ടായിരുന്നു. ശോശയുടെയും സിബിയുടെയും വിവാഹമായിരുന്നു അത്. നേതനടുത്തേക്ക് മടങ്ങിപ്പോയ ഷാരോൺ നേതനെ വിവാഹം കഴിച്ചു. അവിടെ നിന്ന് വിവാഹത്തിന്റെ ദിവസം അവർ വീഡിയോ കോൾ ചെയ്തു. ഏവരും സന്തോഷത്തോടെ നിൽക്കുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.